ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് നമുക്കൊരു വെജ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ഈ പൂജവെപ്പും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് കുറേ പേര് വെജിറ്റേറിയൻസ് ആയിരിക്കും ഈ നവരാത്രി പ്രമാണിച്ച്. അപ്പോൾ നമ്മളുടെ മീരാദേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രൈബർ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ റെസിപ്പി കൂടി ചെയ്യുമെന്ന്. നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട്, എന്നാലും ആൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കിടിലൻ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുകൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത്. ഇന്നൊരു ചില്ലി ഗോബി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മീഡിയം സൈസ് കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒറ്റ തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. അത്രേ വേണ്ടൂ. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സംഭവം സെറ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം തിളയ്ക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും തിളച്ച് വരും. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ചൂടുവെള്ളം ഒന്ന് ഊറ്റിക്കളയുക. ഇനി ഇതാ ഞാനൊരു പാത്രം എടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക. കറക്റ്റ് രണ്ടും ഈക്വലായിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ. ഇപ്പോൾ എൻ്റെ അടുത്ത് സാധാരണ മുളക് പൊടിയാണുള്ളത്, അതുകൊണ്ട് ഇതിനധികം കളറില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടണ്ടല്ലോ, ഇതിനൊരു മധുരമല്ല മുന്തി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എരിവ് കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട്. ഇപ്പോൾ നമ്മളുടെ മിക്സിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെ വെള്ളമൊക്കെ ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ നനവ് അതും ഇരുന്നോട്ടെ, പക്ഷേ വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഓയിലാണ്. അതും ചേർത്തിട്ട് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആ പൊടി എത്തുന്ന പോലെ ആക്കി കൊടുക്കുക. ഇത് കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണ പോലെ ആക്കി എടുക്കരുത്, കാരണം അത് പൊട്ടിപ്പോവും. വെന്തിട്ടുള്ള കോളിഫ്ലവർ അല്ലേ, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉടയും. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് നല്ല സുഖമായിട്ട് ഇതിൽ തന്നെ പറ്റിപ്പിടിച്ച് ആ പൊടിയിലൊക്കെ ഇങ്ങനെ കോട്ടായി കണ്ട ഇങ്ങനായി കിട്ടും. ഇതാണ് കറക്റ്റ് പാകം. എല്ലാം ഇതിൻ്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആയി കിട്ടണം. മാവ് പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഇതുപോലെ എടുക്കായാലും കുഴപ്പമൊന്നുമില്ല. മാവ് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മാവ് പോലെ ആക്കിയിട്ടൊന്ന് മുക്കി പൊരിച്ചാലും മതി. പക്ഷേ അതിനെക്കാട്ടും ടേസ്റ്റ് ഇതാട്ടാം, ഇല്ലെങ്കിൽ മാവിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലതായിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിൽ ഏതാണോ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അതെടുക്കുക. വെളിച്ചെണ്ണ ഒഴികെ ഏത് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിന് പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്ന് ഒലർന്ന് തന്നെ ഇരിക്കും. മറ്റേ മാവൊക്കെ ആണെങ്കിൽ കട്ട പിടിച്ചിരിക്കും, അതാണ് വ്യത്യാസം. ഇനി ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കലപ്പിലാന്നുള്ള സൗണ്ട് വരില്ലേ, ആ സമയത്ത് ഹൈ ഫ്ലെയിം ആക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുക. ഇല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും. മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, അപ്പോൾ അത് ക്രിസ്പി ആവില്ല. ഇനി ക്രിസ്പി ആയില്ല വെച്ചെങ്കിൽ ഇപ്പോൾ ഈ മൊത്തത്തിലെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്നിക്കും കൂടി നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. അപ്പോൾ അത് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടിയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോബി തന്നെയായിട്ടുണ്ട്. കണ്ട നല്ല മുരുമുരാന്നിരിക്കുന്നത്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടാം. അധികം മുളക് പൊടിയൊന്നും ഇടാത്ത കാരണം തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല തന്നെയാണ് ഇങ്ങനെ വെറുതെ ഫ്രൈ ആക്കിയിട്ടേ. അപ്പോൾ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഗ്രേവിക്കുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ 8 അല്ലിയോളം വെളുത്തുള്ളി, ചെറിയ അല്ലി കേട്ടോ, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ എന്താ പറയുക മല്ലിയിലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ക്യൂബ് പോലെ കട്ട് ചെയ്തെടുക്കില്ലേ, അങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ മതി കേട്ടോ. ആ ഒരു ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ എടുക്കുകയാണ് നല്ലത്, കാരണം ആ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അത് മതി എന്ന് പറഞ്ഞത്. വേറെ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്തൊക്കെയാണ്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, സവോള, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവില്ല, ആ ഒരു പാകം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട്
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സോസുകൾ ചേർത്ത് കൊടുക്കാറായി. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ. അപ്പോൾ രണ്ടും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചില്ലി സോസ് ഇട്ട് കൊടുത്തു, അത് 1 ടേബിൾ സ്പൂൺ. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേവിക്കുള്ള ഐറ്റംസ് തയ്യാറാക്കിയെടുക്കണം. വേറെ ഒന്നുമില്ല, നമ്മൾ ആ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോളിഫ്ലവർ, അപ്പോൾ അതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 250 ml 1 കപ്പിലെ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ട് നന്നായി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതാണ് ഈ കാണുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് കുറുകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കുറുകൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ളൊരു മിക്സ് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ അടുത്തത് നമ്മളുടെ ഗോപിക്കുട്ടനെ ഇതിലേക്ക് തട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ ഗോബീനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശരിക്കും ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണല്ലോ, അത് മുഴുവൻ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രേവിയൊക്കെ ഇതിലേക്ക് പിടിക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ആ ഒരു പാകമാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് 1 കപ്പ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ വെള്ളം എടുക്കാം. നേരത്തെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ 1.5 കപ്പ് വരെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം മല്ലിയില തൂവി കൊടുത്തു. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്തു, കഴിക്കാറായിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇതിന് മുന്നേയുള്ള ചില്ലി ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ശരി, ഞാൻ പോവാണ്. പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, താങ്ക് യു.